ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് മുമ്പ് ഞാൻ കാണിക്കാത്ത കുറച്ച് കളക്ഷൻസ് ആണ്. ചിലതൊക്കെ നിങ്ങളെൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ കളറിലുള്ള ഗോൾഡൻ ഫിനിഷുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഇതൊന്നും ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതല്ല, കുറേ ആയിട്ട്. ചിലതൊരു 5 വർഷം മുമ്പ് വാങ്ങിച്ചതുണ്ട്, ചിലതൊരു 4 വർഷം മുമ്പ്, അങ്ങനെയൊക്കെ. ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചത് ഇതിൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടാലോ? ഓക്കെ, ആദ്യം നമുക്കിതേ ഈ ബോക്സിൽ നിന്ന് തുടങ്ങാം. ഇതിപ്പോൾ ആദ്യം ഏത് കാണിക്കുക? എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് ഞാൻ അവസാനം കാണിക്കാം. ഫസ്റ്റ് ഞാനൊരു കമ്മൽ കാണിക്കാം. ഓക്കെ, കമ്മൽ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലും ജുംകാസ് ആണുള്ളത്. ഈ ഗോൾഡൻ കളറിലുള്ളതെല്ലാം ജുംകാസ് ആണ്, ട്രഡീഷണൽ വെയറിൻ്റെ ഒക്കെ കൂടെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതേ ഇങ്ങനൊരു ജുംക്കയാണ്. കാണുന്നുണ്ടോ? ഇതിൻ്റെ ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള, നല്ല സുന്ദരിയായിട്ടുള്ളൊരു, ഭയങ്കര കുട്ടിയായിട്ടുള്ള എന്നാൽ നല്ല രസമുള്ള ജുംക്കയാണ്. നമുക്കിത് എന്തിൻ്റെ കൂടെ ഇടാം? ചുരിദാറിൻ്റെ കൂടെ, സൽവാറിൻ്റെ കൂടെ ഇടാം, പിന്നെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇടാം, സാരിയുടെ കൂടെ ഇടാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിലും പോകുന്ന നല്ലൊരു, എന്താ പറയുക, ഭയങ്കര ഒതുക്കമുള്ളൊരു കുഞ്ഞൊരു ജുംക്കയാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിക്കണം? ഇട്ടിട്ട് കാണിക്കാം, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. സോ ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. കാണുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഇതൊക്കെ ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു ജുംക്കയാണ്. ഇതും സെയിം കളർ കോമ്പിനേഷൻ ആണ്, പക്ഷെ കുറച്ചും കൂടെ വലുതാണ്. നല്ല ഭംഗിയുള്ള പ്രിറ്റി ആയിട്ടുള്ള ജുംക്കയാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വാങ്ങിക്കാതിരിക്കുക അല്ലേ? സൂപ്പറാണ്. കുറച്ചും കൂടെ വലുതാണിത്, അതുകൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോയി ഇടാം. ഇടുന്നതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ജുംക്കയാണ്. കണ്ടോ? വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. നേരത്തെ ഞാൻ കാണിച്ചതിന് വെയിറ്റ് ഭയങ്കര കുറവാണ്, പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റിക്കർ ഉണ്ട്, ഇപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. അത് നമുക്ക് എന്താ പറയുക, ഈ ചെവിയുടെ നമ്മുടെ ഈ ഇവിടുത്തെ ഈ ഹോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കമ്മൽ അതിൻ്റെ മുകളിൽ കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ മറ്റേ ഈ ചെവിക്ക് വല്ലാണ്ട് അങ്ങോട്ട് വെയിറ്റ് കൊടുക്കേണ്ടി വരില്ല. മനസ്സിലായി ഞാൻ പറയണത് എന്താന്ന്? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് ഫാൻസി സ്റ്റോഴ്സിലൊക്കെ കിട്ടും. ഞാൻ വാങ്ങിച്ചത് ഗുഡ്വില്ലിൽ നിന്നാണ്. ഗുഡ്വില്ലിൽ നിന്ന് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണോ എൻഗേജ്മെൻറ്റ് സമയത്താണോന്ന് എനിക്ക് ഓർമ്മയില്ല, അപ്പോൾ വാങ്ങിച്ചതാണ്. അത് അതിൽ കുറേ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ യൂസ് ചെയ്യുള്ളൂ, ഒക്കേഷണലി. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വാങ്ങിച്ച് വെക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഒറ്റ കാതിലെ കമ്മലിട്ടുള്ളൂ. ഇനി കമ്മലുണ്ടോ? ഇനി കമ്മലുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ഒരു കമ്മലാണ്. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ ചെറുതും വലുതായിട്ടുള്ള പല സൈസിലുള്ള സിപ്ലോ കവേഴ്സ് കിട്ടും, ഇങ്ങനെ ഓൺലൈനിലൊക്കെ കിട്ടും. ഇതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സോ അതിലിട്ടിട്ടാണ് ഞാൻ സൂക്ഷിക്കാറ്, അപ്പോൾ കളർ പോവില്ല. സോ ഇതാണ് അടുത്ത ജുംക്ക. ഇതെൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജുംക്കയാണ്. ഇതാണ് ഞാൻ എൻ്റെ കല്യാണത്തിനിട്ടത്. നല്ല രസമില്ലേ? സോ പ്രിട്ടി. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ വരും. ഇതെൻ്റെ കല്യാണത്തിന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഗുഡ്വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, അതുപോലെ നല്ല രസമുണ്ട്. ഇതിൽ വന്നിട്ട് എന്താണ്, റൂബി സ്റ്റോൺസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ലക്ഷ്മി ദേവി ഉണ്ട്. ഇവിടെ താഴത്ത് ഗോൾഡൻ ബീഡ്സ് തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്.
നല്ലൊരു ഡിസൈനാണ്. 2 മയിലൊക്കെ ഉണ്ട് 2 സൈഡിൽ. നല്ല രസമല്ലേ കാണാൻ? സൂപ്പർ അല്ലേ? ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തത് കമ്മലിന്റെ അങ്ങനെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാലയിലേക്ക് പോകാം. ഞാനിപ്പോ നിങ്ങൾക്ക് ഈ ജ്വല്ലറി ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാരിറ്റി എന്തോരുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു നെക്ലേസ് കാണിച്ചു തരാം. ഇത് എനിക്ക് തോന്നുന്നത് ഇത് തോന്നുന്നതല്ല, ഇത് ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് എടുത്ത ഒരു നെക്ലേസ് ആണ്. കണ്ടോ, ഇങ്ങനെയൊരു നെക്ലേസ്. ഇത് ഞാൻ നേരത്തെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോൺ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അത് പോയി വിചാരിച്ചു, ഭയങ്കര സങ്കടപ്പെട്ട്. പിന്നെയാണ് കണ്ട ഈ പാക്കറ്റിന്റെ ഉള്ളിലുണ്ടത്. ഇനി എപ്പോഴെങ്കിലും ഒട്ടിച്ചു വെക്കണം. അപ്പോൾ സേവ് ദ ഡേറ്റിന്റെ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഓക്കെ. സോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഒരു മാല. ഓക്കെ, ഇതിന്റെ കൂടെ ഒന്നും തീരെ ചേർന്ന് പോകണില്ല. പക്ഷെ ഇത് കാണാനുണ്ടല്ലോ, ഇതിനെന്താ കുന്തൻ സ്റ്റോൺ എന്നാണോ ഇതിന് പറയുന്നത്? അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സ്റ്റോൺ ആണ്. ഇതുവരെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരും. നമുക്ക് ഇങ്ങനെ നെക്ലേസ് ആയിട്ട് ഇടാം. സൂപ്പർ അല്ലേ? ഇതിന് കമ്മലും ഉണ്ടായിരുന്നു, പക്ഷെ കമ്മല് എവിടേക്കോ പോയി, കല്യാണത്തിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ അതൊക്കെ പോയി. അപ്പൊ പിന്നെ ഈ മാല മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നേരത്തെ കാണിച്ച ഇതുണ്ടല്ലോ, ഈ വലിയ ജുംക്ക, അതിൻ്റെയൊക്കെ കൂടെ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗുഡ് വില്ല് പിന്നെ പറയണ്ടല്ലോ, തൃശ്ശൂർ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. സൂപ്പർ കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഏതെടുക്കേണ്ടത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചോക്കർ. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ ഗേൾസിന്റെ കയ്യിലും ഉണ്ടാവും അല്ലേ? സൂഫി ടൈപ്പ് ചോക്കർ. നമുക്ക് ചോക്കറായിട്ട് ഇടാം, ഇല്ലെങ്കിൽ നെക്ലേസ് ആയിട്ട് ഇടാം. വേണമെങ്കിൽ ഇത് പെയർ ചെയ്യാം, ഇതും പിന്നെ എന്തെങ്കിലും വേറൊരു നെക്ലേസും കൂടെ, രണ്ടും കൂടെ പെയർ ചെയ്യാം. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എൻഗേജ്മെന്റും കാര്യങ്ങൾക്കൊക്കെ. സോ ഇങ്ങനെ ഒരു മാല നല്ല രസമല്ലേ കാണാൻ? ഇതിന്റെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിന്റെ കളറൊന്നും ഇതുവരെ ഫെയ്ഡ് ആയിട്ടില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. ഇത് കളറൊന്നും ഫെയ്ഡ് ആവാതിരിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. സോ എപ്പോഴും നന്നായി തുടച്ച് വൃത്തിയാക്കി സിപ്പ് ലോ കവേഴ്സിലൊക്കെ ഇട്ട് സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് കുറേ കാലം ഇങ്ങനെ തന്നെ ഇതിരിക്കാൻ പറ്റും. പിന്നെ ഇതിന് കമ്മലുണ്ട്, നല്ല കുട്ടിയൊരു സ്റ്റഡ് ഉണ്ട്. ഇതിനൊക്കെ കാണുന്നുണ്ടോ? കുട്ടി സ്റ്റഡ് ഉണ്ട്. ഇതും നല്ല ഭംഗിയാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഇടാം. സോ അതാണ് അടുത്തൊരു മാല. പിന്നെ വന്നിട്ട് ഒരു കുഞ്ഞൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മാലയാണ്. ഇങ്ങനെ വരണം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പാദസരം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു മാല വേണമെന്ന് തോന്നിയിട്ട് ഈ ലോക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കല്യാണത്തിന് താലി കെട്ടുന്നതിന് മുമ്പ് നമ്മൾ പാദസരം, സ്വർണത്തിന്റെ പാദസരം ഉണ്ടാവുമല്ലോ, പാദസരം നമ്മൾ കാലിലിടില്ല, അത് നമ്മൾ മാലയാക്കി കഴുത്തിലാണ് ഇടുക. എന്നിട്ട് താലി കെട്ടിന് ശേഷമാണ് നമ്മൾ കാലിലിടുക. എന്തോ ലക്ഷ്മി ദേവീനെ കാലിലിടാൻ പാടില്ല എന്നോ അങ്ങനെ എന്തോ സംതിങ്, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ ഞാൻ ആ പാദസരത്തിന് ഒരു ലോക്കറ്റ് വേണമല്ലോ, മാലയിട്ടിടുമ്പോൾ അത് മാത്രം ഇടുമ്പോൾ ഒരു ഇതില്ല. അപ്പൊ ഞാൻ സിമ്പിളായിട്ട് ലോക്കറ്റ് വേണം പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ലോക്കറ്റാണ് ഇത്, പാലക്കയുടെ. സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ പാദസരത്തിന് ഈ ലോക്കറ്റ് ഇട്ടു, ഇങ്ങനൊരു ടൈയും കൊടുത്തു. സോ നമുക്ക് എന്താ സിമ്പിളായിട്ട് വല്ല പട്ടുപാട് കൂടെയോ എന്തിനു കൂടെ വേണമെങ്കിലും ഇടാം അല്ലേ? സിമ്പിൾ. നമുക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സൂപ്പർ അല്ലേ? സിമ്പിളായിട്ട് ഇങ്ങനൊരു സാധനം. സോ ഇതുണ്ട്. പിന്നെ അടുത്തത് ഒരു വളയ, കഫ് ബാങ്കിളാണ്, അങ്ങനെയല്ലേ ഇതിന് പറയുന്നത്? ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്.
ഇതാ ഇങ്ങനെ ബ്ലൂ സ്റ്റോൺസ് വെച്ചിട്ട് നല്ല പ്രെറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ബ്ലൂ സ്റ്റോൺസ് വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ നല്ല ഭംഗിയുണ്ട്. ഇതൊരു 4 കൊല്ലമൊക്കെ ആയി എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെള്ളം നനയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത് ഇതുവരെ കളർ ഫെയ്ഡ് ആയിട്ടില്ല. സൂപ്പറാണ്. സോ ഇങ്ങനെയൊരു ബാങ്കിൾ ബ്രീസ്ലെറ്റ് എന്താ അതിന് പറയുന്നത്, അതുണ്ട്. പിന്നെ ഉള്ളത് 2 ബാങ്കിളല്ല, ഇതേപോലെ തന്നെ വേറൊരു ബാങ്കിളും കൂടി ഉണ്ടായിരുന്നു. സോ അതിപ്പോൾ എവിടെയൊന്നും കാണാനില്ല, തപ്പിടിക്കണം. ഇങ്ങനെ ഇടണം. ഇതും ഗുഡ്വിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ എൻ്റെ എൻഗേജ്മെന്റ് ടൈമിൽ വാങ്ങിച്ചതാണ്. നല്ല രസമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് ഇതിലുള്ളത്. റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. സൂപ്പറാണ്. ഭയങ്കര രസമുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഊരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കണ്ടോ, നല്ല രസമുള്ള ബാങ്കിളാണ്. ഇപ്പുറത്ത് ഞാൻ ഇതേപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണത്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് വന്നിട്ട് വേറൊരു സെറ്റാണ്. ഇതൊക്കെ ഞാൻ അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ബോക്സിൽ തന്നെ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ബോക്സിലാണ് വരിക. സോ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് നെക്ലേസ്. നേരത്തെ കാണിച്ച ഈ ബാങ്കിളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഞാൻ അന്ന് ഇട്ടിട്ടുള്ള എൻഗേജ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസ് ആണിത്. ഇതിൻ്റെ കൂടെ തന്നെ അതിന് ഒരു ഇയറിങ്ങും വരുന്നുണ്ട്. ഇത് ഇങ്ങനെ വരും. ഈ ഡ്രസ്സിന്റെ കൂടെ ഇതൊന്നും മാച്ചായി പോകുന്നില്ല, പക്ഷെ ഇതൊക്കെ ഇട്ടുള്ള ഫോട്ടോ ഞാൻ ഇപ്പുറത്ത് കൊടുക്കാം. ഓക്കെ, നല്ല രസല്ലേ. പിന്നെ ഒരു വളയുണ്ട്. ഈ വളയും ഞാൻ കുറേ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും സ്വർണം പോലെ തന്നെ ഇരിക്കുന്ന വള. നല്ല രസമാണിത് കാണാൻ വേണ്ടി. ഇതിലും റൂബി അതുപോലെ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. കണ്ടോ, കാണുന്നുണ്ടോ? സോ ഇതൊരു വള. പിന്നെ അടുത്തതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഈ കളക്ഷനിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ കുറേ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ഇട്ടിട്ടുള്ള ഒരു മാലയാണിത്. നല്ല രസമില്ലേ കാണാൻ? സൂപ്പറാണ്. ഇത് സാരിയുടെ കൂടെയാണ് ഏറ്റവും മാച്ചായി പോകുന്നത്. കണ്ടോ, നല്ല രസമല്ലേ? ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നാണ്, വടക്കഞ്ചേരിയിൽ നിന്ന് അത് വാങ്ങിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു വാങ്ങിക്കുമ്പോൾ ഒരു 1500 എബോ 1600 700 ആ റേഞ്ചിൽ എന്തോ ആണ് ഇത് ഞാൻ വാങ്ങിച്ചത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. വില കൂടുതലായിരുന്നു, പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ എന്തായാലും എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല. പക്ഷെ അത് ഭയങ്കര വേർത്തായി. നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷനും റെന്റൽ ജ്വല്ലറി ഒക്കെ അല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തായാലും ഒരു മിനിമം ഒരു 500 എന്തായാലും റെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചതിന് ശേഷം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുറേ കസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ദിലീപൻ്റെ കസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് യൂസ് ചെയ്തിട്ട് ഇതിന്റെ പൈസ എന്തായാലും മുതലാക്കിയിട്ടുണ്ട്. നമുക്ക് റെന്റിന് എടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന അതിനേക്കാളും മുതലാക്കിയിട്ടുണ്ട് ഈ സാധനം. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു മാലയാണിത്. കണ്ടോ, ലോക്കറ്റ് ഒക്കെ കണ്ടോ? ഇതിൽ നല്ല നല്ല സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. റൂബി നല്ല സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള, ഇതുവരെ കളറൊന്നും പോയിട്ടില്ല. സൂപ്പറാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഒന്നും എനിക്ക് തരാനില്ല, പക്ഷെ ഇതേപോലത്തെ ഒക്കെ എനിക്ക് തോന്നുന്നു മീഷോയിൽ അവൈലബിൾ ആണ്. കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാല ഇതാണ്. പിന്നെന്താ, പിന്നെ കമ്മല് ഇതാ, എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കമ്മല്. സോ ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇനി സിൽവർ ജ്വല്ലറി എൻ്റെ കയ്യിൽ നിറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതായിട്ട് വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നത്, ഒരു സെക്കൻഡ്, ഞാൻ ഈ മാലയുണ്ടല്ലോ, ഇത് ഞാൻ വാങ്ങിച്ചത് കടയിൽ നിന്നല്ല. ഇത് ഞാൻ
ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നോ അതോ ആമസോൺ ആണോ ഇവിടെ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം. ബാക്കിയൊന്നും ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതല്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ലിങ്ക് ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.